Now, the 4 great truths. ഞാൻ പറഞ്ഞു ബുദ്ധൻ മെഡിറ്റേറ്റ് ചെയ്തു, ബുദ്ധൻ തപസ്സിരുന്നു, പീപ്പിൾ ട്രീയുടെ സൈഡിൽ വെച്ച് അങ്ങനെ ബോധോദയം ലഭിച്ചു. ബുദ്ധന് ബോധോദയം ലഭിക്കുകയെന്ന് വെച്ചാൽ ബുദ്ധൻ എന്ത് മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്? ദ റിയൽ ട്രൂത്ത് അല്ലെ, ദ റിയാലിറ്റി, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി മനസ്സിലാക്കി ബുദ്ധൻ. അതാണല്ലോ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയാലിറ്റി എല്ലാം ബുദ്ധൻ ധമ്മ എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ ബുദ്ധൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ അസുഖം ബാധിക്കുന്നത്, എന്തുകൊണ്ട് ആൾക്കാരെ വിഷമിക്കുന്നു അല്ലെ എന്ന് ചിന്തിച്ചപ്പോൾ ബുദ്ധൻ ആ ഒരു ധമ്മ കോൺസെപ്റ്റിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവന്ന ഫിലോസഫി അല്ലെങ്കിൽ ദ 4 ഗ്രേറ്റ് ട്രൂത്തുകൾ എന്ന് പറഞ്ഞ ഒരു 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് സോറോ ആൻഡ് മിസറി. ലോകം മുഴുവനും സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലെ. മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞത്, ബുദ്ധന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ലോകം മുഴുവനും സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഈ സങ്കടങ്ങളുടെ കാരണം എന്താ? ദാറ്റ് ഈസ് ഡിസയർ, ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങളാണ് ദ പെയിൻ ആൻഡ് മിസറിയുടെയും സോറോ ആൻഡ് മിസറിയുടെ ഒക്കെ റീസൺ ആയിട്ട് പറയുന്നത്. പെയിൻ, ദ കോസ് ഓഫ് ഓൾ പെയിൻ ഇസ് ഡിസയർ, ആഗ്രഹങ്ങൾ. പെയിൻ ആൻഡ് മിസറി എൻഡ് ചെയ്യാൻ കഴിയും, നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. എങ്ങനെ? ഈ ഡിസയർ, ഒന്നില്ലെങ്കിൽ ഡിസയർ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. കൺട്രോളിങ് ദ ഡിസയർ ഓർ കില്ലിംഗ് ദ ഡിസയർ. അങ്ങനെ ചെയ്യുന്ന വഴി അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെയിൻ ഓർ മിസറി, സങ്കടങ്ങൾ നമുക്ക് അകറ്റാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ഡിസയർ കൺട്രോൾ ചെയ്യുക? ആഗ്രഹങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? ബൈ ഫോളോയിങ് ദി അഷ്ടാംഗിക മാർഗ. ഓക്കെ, അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ, ദ 8 fold പാത്ത്. ഞാൻ കുറച്ച് മുന്നേ കാണിച്ചു തന്നിരുന്നു. ഒരു വീലും ആ വീലിന് ചുറ്റുമായിട്ടൊരു 8 സ്പോക്സും അതിന് ചുറ്റുമായിട്ടൊരു 8 ധമ്മയെ കുറിച്ച്, ഒരു 8 പാത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദ 8 fold പാത്ത് ഓർ ദ അഷ്ടാംഗിക മാർഗം. അഷ്ടാംഗിക മാർഗം ഫോളോ ചെയ്യുക, അങ്ങനെ ഡിസയർ കൺട്രോൾ ചെയ്യും. ഡിസയർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ദ പെയിൻ ആൻഡ് മിസറി കുഡ് ബി എലിമിനേറ്റഡ്. ദിസ് ഇസ് വാട്ട് ദ 4 ഗ്രേറ്റ് ട്രൂത്ത്സ് ആർ. ഇതാണ് ബുദ്ധൻ ആ ധമ്മ കോൺസെപ്റ്റിൽ നിന്നും ഇന്റർപ്രറ്റ് ചെയ്തെടുത്ത ഫിലോസഫി. ഓക്കെ, അപ്പോൾ ഡിസയർ കൺട്രോൾ ചെയ്യാം. ഡിസയർ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ഫോളോ ചെയ്യണം? അഷ്ടാംഗിക മാർഗം ഫോളോ ചെയ്യണം. ആ വീല് വെച്ചിട്ട് ഡെപിക്റ്റ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ബുദ്ധിസ്റ്റ് ഫിലോസഫീസ്. ബുദ്ധന്റെ ചില ഫിലോസഫികളിലേക്ക് കടക്കുകയാണ്. ഒന്ന്, ബുദ്ധമതത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും റാഷണൽ ആയിട്ട് ചിന്തിക്കുക. റാഡിക്കലായിട്ടല്ല, പകരം റാഷണൽ ആയിട്ട്. ലോജിക് ഉണ്ടെങ്കിൽ മാത്രം അതിനെ ബിലീവ് ചെയ്യുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. ദ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ബേസ്ഡ് ഓൺ എ റാഷണൽ അപ്രോച്ച്. ഒരു റാഷണൽ അപ്രോച്ചിലായിരിക്കണം ഒരു സ്പിരിച്വൽ വിസ്ഡം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എവ്രി വൺ വാസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഓരോരുത്തരും സന്തോഷങ്ങൾക്ക് കാരണം അവരവർ തന്നെയാണ്. ദേ റിജക്റ്റഡ് ദ ഇൻഫാലിബിലിറ്റി ഓഫ് വേദാസ്. വേദങ്ങളുടെ ഇൻഫാലിബിലിറ്റിയെ ചോദ്യം ചെയ്തു, വേദങ്ങളുടെ ഇൻഫാലിബിലിറ്റിയെ ഇവർ റിജക്റ്റ് ചെയ്തു. ഇൻഫാലിബിൾ എന്ന് വെച്ചാൽ എന്താ? തെറ്റ് പറ്റില്ല എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഇൻഫാലിബിൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ വേദങ്ങൾ ഇൻഫാലിബിൾ അല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. വേദങ്ങൾക്ക് എന്ത് പറ്റാം? തെറ്റ് പറ്റാം. വേദാസ് ക്യാൻ ബി റോങ് എന്നൊരു കോണ്ടെക്സ്റ്റും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ വേദങ്ങളെ ബ്ലൈൻഡായിട്ട് എന്ത് ചെയ്യുന്നില്ല? ബിലീവ് ചെയ്യുന്നില്ല. നമ്മൾ അന്ന് റിലീജിയസ് ഫിലോസഫീസ് പഠിപ്പിച്ചപ്പോൾ ഓർത്തോ സ്കൂൾസ് എന്നും ഹെട്രോ സ്കൂൾസ് എന്നും അല്ലെങ്കിൽ ആസ്തിക നാസ്തിക സ്കൂൾസ് എന്നൊക്കെ പഠിപ്പിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആസ്തിക എന്ന് വെച്ചാൽ എന്താ? ദോസ് ഹു ബിലീവ്സ് ഇൻ വേദാസ്. നാസ്തിക എന്ന് വെച്ചാൽ വേദങ്ങളെ റിജക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ പഠിക്കുന്ന ചാർവാക, അജീവിക, ബുദ്ധമതം, ജൈനമതം എല്ലാം നാസ്തിക സ്കൂൾസ് ആണ്. എന്ന് വെച്ചാൽ ഇവര് വേദങ്ങൾക്ക് വലിയ റെക്കഗ്നേഷൻ കൊടുക്കുന്നില്ല. ഇനി ആനിമൽ സാക്രിഫൈസസ്, അനാവശ്യമായിട്ടുള്ള റിച്വൽസ്, ഇതിനെല്ലാത്തിനെയും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം പണ്ട് ബ്രാഹ്മണിക്കൽ ഡോമിനേഷനിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ബ്രാഹ്മിൺസ് ചെയ്തിരുന്ന പരിപാടികളാണ്. ദ ഇൻക്രീസിങ് ആനിമൽ സാക്രിഫൈസ് ആൻഡ് മീനിങ്ലെസ് റിച്വൽസ്, ഇതിനെല്ലാം പബ്ലിക്കായിട്ട് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദേ ഓൾസോ ചാലഞ്ച് ദി കാസ്റ്റ് സിസ്റ്റം. നമ്മൾ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ പഠിപ്പിച്ചാണ് വർണ്ണ സിസ്റ്റം, ചതുർവർണ്ണ സിസ്റ്റം, 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോൾ തുടക്കത്തിൽ അത് ഒക്കുപ്പേഷന്റെ ബേസിസിലായിരുന്നെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ ഇറ്റ് വാസ് ഗ്രാജുവലി കൺവേർട്ടഡ് ബേസ്ഡ് ഓൺ ബർത്ത്. അപ്പോൾ ബർത്ത് ബേസ് ചെയ്ത്
ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ ബുദ്ധമതം പബ്ലിക്കായിട്ട് ചാലഞ്ച് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ബ്രാഹ്മണിക്കൽ സുപ്രിമസി എതിർക്കുന്നുണ്ട്. അതുപോലെ ദേ എംഫസൈസ് മോർ ഓൺ ദ ലോ ഓഫ് കർമ്മ. ഒരാളുടെ ആക്ഷൻസ്, കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻസ്, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, കർമ്മത്തിൽ ബിലീവ് ചെയ്തിരുന്ന സെക്റ്റാണ് ബുദ്ധമതം. നോട്ട് ചെയ്ത് വച്ചേക്കാം. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നല്ല കർമ്മമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, മോശം കർമ്മമാണെങ്കിൽ മോശം റിസൾട്ട് കിട്ടും. കർമ്മയിൽ ബിലീവ് ചെയ്യുന്ന ഒരു നാസ്തിക സ്കൂളാണ് ബുദ്ധമതം. ഈ കർമ്മയിൽ ചാർവകാസം അജീവികാസം എന്ത് ചെയ്യുന്നില്ല, ബിലീവ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചതാ, ചാർവകാസം അജീവികാസം എല്ലാം നാസ്തിക സ്കൂളാണ്. പക്ഷെ അവർ കർമ്മത്തിലും ധർമ്മത്തിലും ഒന്നും ബിലീവ് ചെയ്യുന്നില്ല. പക്ഷെ ബുദ്ധമതം കർമ്മത്തിലും ബിലീവ് ചെയ്യുന്നുണ്ട്, ധർമ്മത്തിലും ബിലീവ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം. ബുദ്ധിസം പ്രൊമോട്ടഡ് ദ തിയറി ഓഫ് അനാത്മ അഥവാ നോ സോൾ. ആത്മാവ് എന്നൊരു സങ്കല്പമേ ഇല്ല എന്നാണ് ബുദ്ധമതം പറയുന്നത്. അനാത്മ, ആത്മാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ബുദ്ധമതം പഠിക്കുന്നതിനൊപ്പം തന്നെ പഠിക്കുന്ന ഒരു ഫിലോസഫിയാണ് ജൈനമതം. പക്ഷെ ജൈനമതം ആത്മാവിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടും ഒരേ കാലഘട്ടത്തിൽ പ്രോമിനന്റ് ആയിരുന്ന രണ്ട് സെക്ടുകളാണ്, ബുദ്ധിസവും ജൈനിസവും. പക്ഷേ ജൈനിസം ആത്മാവിൽ ബിലീവ് ചെയ്യുന്നില്ല, ആത്മാവിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ബുദ്ധിസം ആത്മാവിൽ ബിലീവ് ചെയ്യുന്നില്ല. ബുദ്ധമതം പ്രൊമോട്ടഡ് ദ തിയറി ഓഫ് അനാത്മ, ആത്മാവേ ഇല്ല എന്നാണ് ബുദ്ധമതം പറയുന്നത്. പക്ഷെ ജൈനമതം പറയുന്നത് എല്ലാത്തിലും ആത്മാവ് ഉണ്ടെന്നാണ്. ആ രണ്ട് കോണ്ടെക്സ്റ്റുകൾ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറിയാണ് റിഗാർഡിംഗ് ദി സോൾ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദേ വേർ അഗ്നോസ്റ്റിക്. അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ദൈവം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, ദൈവം ഇല്ല എന്നും പറയുന്നില്ല. ബുദ്ധനോട് പറയുന്നുണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ബുദ്ധൻ ഒന്നും ഉത്തരം കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ദി നീദർ അക്സെപ്റ്റ്സ് ഓർ റിജക്ട് ഗോഡ്. ദൈവം ഉണ്ടെന്നും പറയുന്നില്ല, ദൈവം ഇല്ല എന്നും പറയുന്നില്ല. അതാണ് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ജൈനമതത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഞാൻ ജൈനമതം ഇവിടെ പറയാൻ കാരണം രണ്ടും ഒരേ സമയത്ത് വന്നതുകൊണ്ടാണ്. ജൈനമതത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ദൈവത്തിന് വലിയ സ്ഥാനം കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ദൈവത്തിനേക്കാളും മുകളിലാണ് ജിന അഥവാ ബോധോദയം ലഭിച്ച വ്യക്തിയെ ദൈവത്തിന് മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത് ജൈനമതത്തിനകത്ത്. അവിടെ ദൈവം ഇല്ല എന്ന് ജൈനമതം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ദൈവം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. ദേ വർ അഗ്നോസ്റ്റിക്. സംസാര എന്നൊരു കോൺസെപ്റ്റിൽ ഇവർ ബിലീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതായത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അയാൾ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജന്മം ഉണ്ടാകും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറയുന്നത് സൈക്കിൾ ഇസ് നോൺ ആസ് സംസാര. ഓക്കെ, ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് വെച്ചാൽ ഇവർ എന്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്? ദേ ബിലീവ്സ് ഇൻ റീഇൻകാർണേഷൻ ഓർ റീബർത്ത്. ബുദ്ധമതത്തിൽ പറയുന്നത് ആത്മാവില്ല, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല, പക്ഷേ ദേ ബിലീവ്സ് ഇൻ റീബർത്ത്, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ആത്മാവില്ല പിന്നെ എങ്ങനെ പുനർജന്മം ഉണ്ടാവും? ഇതുപോലൊരു സംശയം അന്നും ബുദ്ധന്റെ ഒരു ഡിസൈപ്പിളിന് തോന്നിയതാണ്. പക്ഷെ ബുദ്ധനോട് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞത് ഒരു വ്യക്തി പുനർജനിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ആവശ്യമില്ല എന്നാണ്. ഓക്കെ, ആത്മാവിന്റെ ആവശ്യം ഇല്ലാതെയും ഒരാൾ പുനർജനിക്കുന്ന പറഞ്ഞു. ആത്മാവെന്നൊരു കോൺസെപ്റ്റേ ഇല്ല, അതല്ലാതെ തന്നെ ഒരാൾ പുനർജനിക്കുമെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതാണ് ദേ ബിലീവ്സ് ഇൻ റീബർത്ത് ബട്ട് റിജക്ട്സ് ആത്മാ. നോട്ട് ചെയ്ത് വച്ചേക്കാം.